നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നും നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 7 ജില്ലകളിലെയും നിലമ്പൂർ, ചേർത്തല, കുട്ടനാട്, ഇരിട്ടി താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. എറണാകുളം, കോട്ടയം, തൃശൂർ, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ മുഴുവൻ സ്കൂളുകൾക്കും, ബഡ്സ് സ്കൂളുകൾക്കും, അംഗൻവാടികൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ ശക്തമാക്കി. അടുത്ത 3 ദിവസം സംസ്ഥാനത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവിട്ടു. റവന്യൂ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലോ അധികാര പരിധിക്കുള്ളിലോ ക്യാമ്പ് ചെയ്യണമെന്നാണ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ്. മഴക്കെടുതിയിൽ ഉന്നതതല യോഗം വിളിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. വരുന്ന 2 ദിവസങ്ങളിൽ കൂടി മഴ ശക്തമായി പെയ്യുമെന്നും 30 മുതൽ ജൂലൈ 2 വരെ മഴയുടെ അളവ് കുറയുമെന്നും ജൂലൈ 3-ാം തീയതി കാലവർഷത്തിൻ്റെ ഭാഗമായുള്ള മഴ ശക്തിപ്പെടുമെന്നും ജൂലൈ 10-ാം തീയതി മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും മന്ത്രി അറിയിച്ചു. മഴ തുടരുന്നതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എലിപ്പനികൾക്കെതിരെ വളരെ ശ്രദ്ധിക്കണം. എലിപ്പനി ബാധിച്ചാൽ പെട്ടെന്ന് തീവ്രമാകുമെന്നതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഇന്നലെ 134.30 അടിയായെന്ന് അറിയിപ്പ്. സെക്കൻഡിൽ 6084 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്നാൽ സെക്കൻഡിൽ 1867 ഘനം അടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ നാളെ സ്പിൽവേ ഷട്ടർ ഉയർത്തേണ്ടി വരുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജലനിരപ്പ് 136 അടിയിൽ എത്തിയാൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകും. പെരിയാർ തീരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണം. കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികൾ വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഗവർണർ മറുപടി നൽകി. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്നുയർന്ന പ്രതീകമാണിതെന്നും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമെന്നും ഗവർണർ ന്യായീകരിക്കുന്നു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭരണഘടനയുടെ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും കത്തിൽ ഗവർണർ ആരോപിച്ചു. വിഷയം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചതിനാലാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഭാരതാംബ വിവാദത്തിനു ശേഷം ആദ്യമായി വേദി പങ്കിട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും. കാർഷിക സർവകലാശാലയുടെ തൃശൂരിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ഗവർണർ പി പ്രസാദിനെ പ്രശംസിക്കുകയും ചെയ്തു. വേദിയിൽ ഭാരതാംബ ചിത്രം വച്ചിരുന്നില്ല. എന്നാൽ വേദിക്ക് പുറത്തെ മാധ്യമങ്ങളെ കണ്ട പി പ്രസാദ് ഗവർണർക്കെതിരെ വിമർശനം ആവർത്തിച്ചു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് രൂക്ഷ വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഗോവിന്ദൻ നടത്തിയ RSS സഹകരണ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും പരാമർശം നിലമ്പൂരിന് അപ്പുറം പാർട്ടിയെ എല്ലാ കാലത്തും വേട്ടയാടുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരുടെ തോൽവിയുടെ കാരണം ശരിയായ വിലയിരുത്തലല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. LDF അനുഭാവമുള്ള വോട്ടുകൾ സ്വരാജിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടിക്ക് ഭരണഘടനാപരമായ വീഴ്ചയുണ്ടായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു. സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്,
പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. PV അൻവറിന് മുന്നിൽ വാതിലടക്കാതെ മുസ്ലിം ലീഗ്. അൻവർ ഒരു ഫാക്ടർ ആണെന്ന ബോധ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ടെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF അടിത്തറ വിപുലീകരിക്കണമെന്നും സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തേണ്ടത് ചർച്ച ചെയ്യണമെന്നും എല്ലാം പോസിറ്റീവായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അൻവർ നേടിയ വോട്ടുകളെ നിസ്സാരമായി കാണുന്നില്ലെന്നും മുന്നണി പ്രവേശനം ചർച്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് നേതാവ് MK മുനീറും അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ M സ്വരാജിൻ്റെ തോൽവിയിൽ CPMൽ സ്വയം വിമർശനം. നിലമ്പൂരിൽ കണക്കുകൂട്ടൽ പിഴച്ചെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. ശരിയായ വിലയിരുത്തലില്ലെങ്കിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് P രാജീവ് ഓർമ്മിപ്പിച്ചു. MP ഗോവിന്ദൻ്റെ RSS ബന്ധ വിമർശനത്തിലും വിമർശനം ഉയർന്നു. പാർട്ടി വോട്ട് ചോർച്ചയിൽ ഗൗരവമുള്ള പരിശോധന വേണമെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയത തീവ്ര ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചത്. ദേശാഭിമാനി ലേഖനത്തിലാണ് MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൻ്റെ നേതൃത്വത്തിൽ നേരത്തെ എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു. അന്ന് തന്നെ ആരും ക്യാപ്റ്റനാക്കിയില്ലെന്നും കാലാളും ആക്കിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിലാണ് ചെന്നിത്തല പരിഭവം പ്രകടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് നന്നായി പ്രവർത്തിച്ചുവെന്നും ചെന്നിത്തല ഇതിനോടൊപ്പം പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ പരിഭവം സംബന്ധിച്ച് മറുപടി നൽകി VD സതീശൻ. താൻ പറഞ്ഞത് ടീം UDF എന്നാണെന്നും തന്നെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. മേപ്പാടി ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്നും വാഹനത്തിന് കേടുവരുത്തിയെന്നും ആരോപിച്ചാണ് പോലീസ് കേസെടുത്തത്. ചൂരൽമല സ്വദേശികളായ 6 പേർക്കെതിരെയാണ് മേപ്പാടി പോലീസ് കേസെടുത്തത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിലെ പാളിച്ചയും സുരക്ഷിത മേഖലകൾ തിരിച്ച അശാസ്ത്രീയതയും ചോദ്യം ചെയ്തായിരുന്നു പ്രതിഷേധം. സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമ രൂപീകൃതമായിട്ട് ഇന്ന് 100 വർഷം പൂർത്തിയാകുന്നു. 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇരുവിഭാഗം സംസ്ഥകളും ഒരുക്കിയിട്ടുള്ളത്. രണ്ടായി പിളർന്നെങ്കിലും കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ശക്തമായ സ്വാധീനമായി തുടരുകയാണ് EKAP വിഭാഗം സംസ്ഥകൾ. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്ന കാന്തപുരം വിവാദത്തെ പരിഹസിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എല്ലാവരും ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. ഇനി മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിയും ആഘോഷവുമായി വരുമോ എന്നും ജിഫ്രി തങ്ങൾ പരിഹസിച്ചു. യഥാർത്ഥ ആഘോഷം തങ്ങളുടേതാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്ത സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും സോളാർ തന്നെയല്ലേ. എന്നാൽ സോളാർ വെച്ചാൽ കറണ്ട് പോയാൽ കറണ്ട് ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം. സോളാർ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു. ഉപയോഗവും ഇല്ല, മീറ്റർ റീഡിംഗും ഇല്ല, എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം. നിങ്ങൾക്കിതിന് ഒരു പരിഹാരം വേണ്ടേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല, ബാക്കി കറണ്ട് KCBക്ക് കൊടുത്ത വരുമാനവും ലഭിക്കുന്നു. എന്താ, വിശ്വാസമായില്ലേ? അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.